അതെ, ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ താങ്കൾ മനസ്സിൽ കണ്ടില്ലേ എന്നുള്ള ചോദ്യമാണ്. അതിൽ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം എണ്ണി എണ്ണി പറയുകയായിരുന്നു ശ്രീ ചിത്രസേനൻ. അല്ല, ജനങ്ങളുടെ ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്നോടാണോ? അതെ, ചിത്രസേനോടാണോ? അതെ അതെ. ഞാൻ അതില് ഒരു സ്ഥലത്ത് പോലും സ്വാഗതഗാനമൊന്നോ സ്തുതിഗാനമൊന്നും എഴുതിയിട്ടില്ല. തനതായ പച്ചയായ കേരളത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും കേരളത്തിലെ ജനതയെ എങ്ങനെ സംരക്ഷിച്ചു, ഇപ്പോൾ എങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ്റെ, അതായത് ഞങ്ങളുടെ 3 മക്കളുണ്ട്. ഈ 3 മക്കൾക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് വസ്ത്രം വേണം, അവർക്ക് പാർപ്പിടം വേണം, അവർക്ക് മരുന്ന് വേണം. ഇത് എൻ്റെ വീട്ടിലില്ലെങ്കിൽ ഞാൻ അടുത്തടുത്ത് പോകും, അവരോട് ചോദിക്കും, അവരിൽ നിന്ന് വാങ്ങിക്കും. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പല രാജ്യങ്ങളിൽ പോയി പല രീതിയിൽ എങ്ങനെയെങ്കിലും കേരളത്തെ രക്ഷിക്കണമെന്നുള്ള അപേക്ഷയുമായിട്ട് കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റി ഒരു കവിത എഴുതിയിട്ട് അത് സ്തുതിയാണ് അല്ലെങ്കിൽ വാഴ്ത്തലാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ സഹോദരിമാരെ? ഇതൊക്കെ ശരിയായ രീതിയാണോ? ഞാൻ അത് ചോദിച്ചോ. അതെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി, മറ്റൊരു വിവാദം കൂടി ഇതിൽ ഉയർന്നു വരുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അത് താങ്കളുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. താങ്കൾ പൊതുഭരണ വകുപ്പിൽ നിന്ന് വിരമിച്ചു, അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ധനവകുപ്പിലേക്ക് താങ്കൾക്ക് നിയമനം കിട്ടിയിരിക്കുന്നു. താങ്കൾ നിയമനത്തിന് അപേക്ഷിച്ചതിന് മുൻപേ തന്നെ ആ നിയമനം കിട്ടി. അപ്പോൾ അതിനുകൂടിയുള്ള ഒരു നന്ദി പ്രകടനമാണിത് എന്നൊക്കെ ഉള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിലുള്ള പ്രതികരണത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ ചുരുങ്ങിയ ഒരു പ്രതികരണം. എൻ്റെ സഹോദരി അത് ആ ഡേറ്റിലെങ്ങാണ്ട് വന്ന എന്തോ മിസ്റ്റേക്ക് ആയിരിക്കാം. ഒരു കാരണവശാൽ ഈ പാട്ടോ ഈ പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ ആരുമായിട്ടോ അതുമായിട്ടൊരു ബന്ധമില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരക്കുക, ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അത് എന്താണെന്ന് പരിഹരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് പാട്ടും ഈ നിയമനമായിട്ട് ഒരു ബന്ധമില്ല. ഇന്ന് എന്നോട് പറയണ്ടേ നാളെ പോലെ നീ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവും, ഒരു പ്രശ്നമില്ല, അതിന് ഒരു വിഷയമല്ല. അത് സത്യമാണ്. ഇത് വെറുതെയാണ്. അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ നോക്കണ്ട. നമ്മൾ നിരപരാധിയാണ്. നമ്മളിങ്ങനെയൊക്കെ കവിതയൊക്കെ എഴുതി ട്യൂട്ടോറിയൽ അങ്ങനെയൊക്കെ പഠിപ്പിച്ചൊക്കെ ജീവിച്ചു പോവാം. ശരി, വിളിച്ചേ വളരെ സന്തോഷം.